ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ. നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒരു ലൈക്ക് കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ. നിങ്ങൾക്ക് അപ്പം തന്നെ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഇതിന്റെ മൾട്ടി ലെവൽ യൂസസ് നമുക്ക് എല്ലാവർക്കും അറിയണം എന്നില്ല കേട്ടോ. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി. ഇതിന്റെ ഫസ്റ്റ് യൂസ് വന്നിട്ട് നമ്മൾ ഫ്രിസി ഹെയർസ് ഒക്കെ ഫ്രിസ്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തൊക്കെ വണ്ടിമേലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മുടി ഇങ്ങനെ പാറും. ചിലരുടെയൊക്കെ മുടി ഇങ്ങനെ പാറി കിടക്കുന്നതാണ്. എൻ്റെ മുടി ഇപ്പോൾ പാറുന്നൊരു മുടിയാണ് കേട്ടോ. ഞാൻ വണ്ടിമ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു സാധനം എപ്പോഴും ബാഗിൽ കരുതാറുണ്ട്. അപ്പം നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചെടുക്കുക, ഒരു ഇത്തിരി എടുത്താൽ മതി കേട്ടോ. ഇത്തിരി എടുക്കുക, എന്നിട്ട് നമ്മൾ പാറുന്നിടത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ മുടി സെറ്റ് ചെയ്തത് അതുപോലെ അത് അവിടെ നിന്നോളൂ കേട്ടോ. രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പുരുകൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ തിളങ്ങണം അങ്ങനെ കാണുന്നുണ്ട്. കുറച്ചിങ്ങനെ എടുത്തു പിടിക്കണം, അല്ലെങ്കിൽ ഇത്തിരി ഒരു എന്താ പറയുക ഒരു തിളക്കം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി പിരികളുള്ളത് പോലെയൊക്കെ തോന്നിക്കും, കുറച്ച് കറുപ്പ് തോന്നിക്കും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന മോതിരങ്ങൾക്ക് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഊരിയെടുക്കാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഇങ്ങനെ വലിച്ചു പിടിക്കണം, എന്നാലും മാത്രമേ ഊരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് നമുക്ക് എങ്ങനെ ഊരിയെടുക്കാൻ നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഐറ്റം കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളിതിങ്ങനെ ഊരിയെടുത്താൽ സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ. കണ്ടോ? നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ കൈകളിൽ കുടുങ്ങി നിൽക്കുന്ന വളകളൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ ജസ്റ്റ് തടവി കൊടുത്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇങ്ങനെ കയ്യിൽ വളകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വാച്ചൊക്കെ ജസ്റ്റ് ഒരു പൊടിയൊക്കെ പിടിച്ച് ഒരുമാതിരി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐറ്റം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു തിളക്കം ഫീൽ ചെയ്യും. കണ്ടോ? കുറച്ചുകൂടെ നല്ല ഡാർക്ക് കറുപ്പായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പുറത്തും നോക്കി നോക്ക്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് തിളക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ? നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മുടിയിലുള്ള ചിക്കൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞിരുന്നത്. അതായത് ഈ ഒരു വാസ്ലിൻ എടുത്തിട്ട്, വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എടുത്തിട്ട് നമുക്ക് ചീർപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഹെയറിൽ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ എണ്ണയൊക്കെ തേച്ച പോലെ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ എണ്ണയൊക്കെ തേക്കാൻ ചിലപ്പോൾ സമ്മതിക്കാതെ വരും. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ചീർപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ തേച്ച പോലത്തെ ഒരു ഫീല് നമുക്ക് ഹെയറിലുണ്ടാവും. അതായത് ഹെയർ ഒട്ടും ഇങ്ങനെ പാറത്തില്ല. അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ ഫോൺ നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചെറുതായിട്ടുള്ള മഞ്ഞളിൻ്റെ കറയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഫോൺ ഒരിക്കലും കഴുകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതായത് വെള്ളം യൂസ് ചെയ്ത് നമുക്ക് കഴുകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു എടുത്തിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ചു കൊടുത്താൽ ആ ഒരു കറയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് തണുപ്പ് കാലത്തൊക്കെ നമ്മളെ ചുണ്ടിങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊരു ലിപ് ബാമിന് പകരം നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം മേക്കപ്പ് റിമൂവർ ഐറ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഐറ്റം കുറച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് കൂടുതൽ നേരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ വാസ്ലിൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ കുറച്ച്
വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പെർഫ്യൂം അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കൂടുതൽ നേരം ലോങ് ലാസ്റ്റിങ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വീഡിയോനെ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.